मैं जाता हूँ। സർ, ആരാ? ഞാനന്ന് കുഞ്ഞിനെ താഴത്തെ ഫ്ലാറ്റിൽ ആശുപത്രിയില്. ഓ, എന്താ വന്നത്? പറഞ്ഞോളൂ. അകത്തേക്ക് വരൂ. ഇരിക്കെ. കുട്ടിക്ക് എങ്ങനെയുണ്ട്? കുട്ടിക്ക് നല്ല ഭേദമുണ്ട്. മരുന്ന് കൊണ്ട് മാത്രമായില്ല, നല്ല ഭക്ഷണവും വേണം. നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ അസുഖം കുറയും. ഒന്നുകൂടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാ വന്നത്. മറ്റൊരു വഴിയില്ലാത്തോണ്ട. 2 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. ഇത് എടുത്തിട്ട് അന്നത്തെ 500 രൂപയും പിന്നെ ഒരു 3000 രൂപയും കൂടി. അതിന് ഇതിന്റെ 2000-ൽ കൂടുതലില്ലല്ലോ. സ്ത്രീകൾക്ക് ആഭരണങ്ങൾ വിൽക്കുന്നത് വലിയ വിഷമമാണ് അല്ലേ? എനിക്കൊരു വിഷമവും ഇല്ല. ഇത് അവസാനത്തല്ലേ? ബാക്കി എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? കുട്ടി, എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ള ആളാണ്. ഈ സ്വർണ്ണക്കടയിൽ പോകാനും വില തിരക്കാനും ഒന്നും നേരമില്ല. കുട്ടിയുടെ ഭർത്താവിന് വേറെ ജോലിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അയാളെ വിട്ട് വിട്ടൂടെ? അത് ഇവിടെ ഇല്ല അദ്ദേഹം. പിന്നെ ഞാനാണെങ്കിൽ എനിക്കിതൊന്നും അറിയില്ല, പുറത്തെങ്ങും വിടാറില്ല. ആ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണ്ടേ? പണ്ടം പണയത്തിനെടുക്കുന്ന ഏർപ്പാട് തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോൾ അറിയിക്കാം. ഭർത്താവിന് ജോലി കിട്ടുമ്പോൾ വീട്ടിയാൽ മതി ഈ കടം. ഈ കടം എനിക്ക് ഒരിക്കലും വീട്ടിൽ തീർക്കാൻ പറ്റില്ല. അതൊക്കെ തോന്നല, ജസ്റ്റ് എ ഫോർമാലിറ്റി. അദ്ദേഹത്തിന് തീർച്ചയായും ജോലി കിട്ടും. അതിനുവേണ്ടി അമ്പലത്തിൽ പോയി പൂജ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അന്വേഷിക്കണം, കാണേണ്ടവരെ പോയി കാണണം. കേട്ടോ, അമ്മപ്പ വരൂട്ടോ. കിട്ടിയോ? അയാൾ വല്ല ജാടിയും കാണിച്ചോ? പതുക്കെ, സ്ഥലത്തില്ലെന്നാ പറഞ്ഞത്. ഓ, ഇലക്ട്രിസിറ്റി, വാടക, പാൽപ്പൊടി. അതെ, അയാൾ എന്ത് ചെയ്യായിരുന്നു? തന്നിടിയാ? പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാ ശല്യപ്പെടുത്തിയ. ഞാൻ കാണുമ്പോഴൊക്കെ അയാൾ ഫുൾ ബോട്ടിലാ. ആണെങ്കിലെന്താ, നല്ല മനുഷ്യനാ, നല്ല മനസ്സും. പക്ഷേ തലക്കനം. ആ സാറൊരു നല്ല ആളാ, അറിവുകൊണ്ടാണെങ്കിലും മനസ്സിന്റെ നന്മ കൊണ്ടാണെങ്കിലും.
ഇതാ സാറിന് ഇന്ന് തന്നെ കൊടുക്കണം ചേട്ടാ, ഇപ്പൊ തന്നെ. അങ്ങനെ എല്ലാ കടവും കൊടുക്കാൻ സ്ഥിരജോലിയൊന്നും ആയിട്ടില്ല. ഇതാ PWD കരാറിന്റെ കമ്മീഷനാ. തീർന്നു ഇതോടെ. അടുത്ത ചാൻസിന് എപ്പോഴാന്ന് ആർക്കറിയാം. എന്നാ എത്ര തിടുക്കം? പതുക്കെ കൊടുക്കാം. പോരാ, ചേട്ടനൊന്ന് ചെന്നേ. ഛേ, ഞാനോ? നീ തന്നെ കൊടുത്താ മതി. അതെന്താ ചേട്ടനൊന്ന് പോയാല്? അത് പിന്നെ നിനക്കല്ലേ പരിചയം. ഞാൻ ഇനി ഇത്രയും വലിയൊരാളുടെ മുന്നിൽ 1000 രൂപ കടം വാങ്ങിച്ചതുമായി. ഛേ, ഞാൻ എപ്പോഴും കയറി ചെന്നാൽ എങ്ങനെയാ? എപ്പോഴും ഇല്ലല്ലോ, ഇപ്പോഴല്ലേ ഉള്ളൂ. ആ പിന്നെ അയാൾ വിചാരിച്ചാൽ ആ ഇൻഷുറൻസിൽ ജോലി ശരിപ്പെടുത്താൻ പറ്റും തോന്നുന്നു. വലിയ പിടിപാടുള്ള ആളല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റിലൊന്നും താമസിക്കേണ്ട ആളെ അല്ല തോന്നുന്നു. പിന്നെന്താ ഇവിടെ? അത് പിന്നെ ഈ ഫ്ലാറ്റുകാരുടെ ഒരു പ്ലാനിങ് ഫെയിലിയർ കൊണ്ട് പറ്റിയതാ. ഒന്നും പറയണ്ട. ആദ്യം വലിയ സംഭവമായിട്ട് തുടങ്ങി. മുകളിലത്തെ ഫ്ലാറ്റൊക്കെ വലിയ ആൾക്കാർ ബുക്ക് ചെയ്തു. പിന്നെന്തോ കമ്പനി നഷ്ടത്തിലായി. അത് പിന്നെ കേസായി. മുകളിലത്തെ നില മാത്രം പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് പണി ചെയ്ത് തീർത്തു. അതെ, ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് മധുവിനെ കാണണം. ഒരു ചെറിയ ചെലവുണ്ട്. അവൻകാരനായി കോള് കിട്ടിയത്. പിന്നെ നീ കാശ് കൊടുക്കും. എന്റെ ജോലി കാര്യങ്ങളൊന്നും പറയണം. പോയാലൊരു വാക്കടി പ്ലീസ്.